മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം കിട്ടിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജൂൺ 1 വരെയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മന്നു എന്നിവർ ജയിലിൽ എത്തിയിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, റോഡ് ഷോ ആയിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് ആനയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ തുടക്കമായി കണക്കാക്കാമോ ഇന്നത്തെ പരിപാടികൾ? ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആം ആദ്മി പ്രവർത്തകരെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഇതിനോടകം തന്നെ തിഹാർ ജയിൽ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഒപ്പം ഡൽഹിയിലെ മന്ത്രിമാരായിട്ടുള്ള അതിഷി, അതിനോടൊപ്പം മറ്റുള്ള സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എന്തായാലും ഇതിനോടകം തന്നെ തിഹാർ ജയിൽ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വളരെയധികം വരുന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് അരവിന്ദ് കെജ്രിവാളിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജയിൽ, തിഹാർ ജയിൽ പരിസരത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ മധുരങ്ങൾ വിതരണം ചെയ്തും കൊടികൾ ഉയർത്തിക്കാട്ടിയും ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. മുദ്രാവാക്യങ്ങൾ ഉയർത്തി അരവിന്ദ് കെജ്രിവാൾ പുറത്തെത്തുന്നത് അത് വലിയ ആഘോഷമാക്കുകയാണ് എന്തായാലും നിലവിൽ ആം ആദ്മി പ്രവർത്തകർ. അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി ഈ തിഹാർ ജയിലിന്റെ 3ാമത്തെയോ 4ാമത്തെയോ ഗേറ്റ് വഴി പുറത്തേക്ക് വരും എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട നോട്ടീസ് അടക്കം, പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഈ ജാമ്യ ഓർഡർ അടക്കം ഇതിനോടകം തന്നെ ജയിലിനകത്തേക്ക് എത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടി പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകും എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരമാണ് നിലവിൽ എന്തായാലും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നാളെ മുതൽ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടികൾ ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ അർജുൻ? അതോ 2-3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങുക? തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒരു റോഡ് ഷോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ അദ്ദേഹം പ്രചാരണത്തിലേക്ക് ഇറങ്ങും, പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഇന്ന് ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അതായത് ഒരു വാഹനം ഒരുക്കിയിട്ടുണ്ട്. ആ വാഹനത്തിന് മുകളിൽ കയറി നേരത്തെ സഞ്ജയ് സിംഗ് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്നും ഒപ്പം തന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നു. അതിനുശേഷം അദ്ദേഹം നേരെ ഔദ്യോഗിക വസതിയിലേക്കായിരിക്കും പോവുക. ഔദ്യോഗിക വസതി ഉപയോഗിക്കുന്നതിൽ എന്തായാലും അദ്ദേഹത്തിന് തടസ്സങ്ങളൊന്നുമില്ല. മറ്റ് ചില നിബന്ധനകളാണ് എന്തായാലും സുപ്രീം കോടതി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം പാടില്ല, പ്രത്യേകിച്ചും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുവാദമില്ലാതെ ഉത്തരവുകൾ പുറപ്പെടുവിക്കരുത്, ഒരു ഫയലിലും ഒപ്പുചേരരുത്, ഒപ്പം തന്നെ ഡൽഹി കളക്ടറേറ്റിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഒന്നും തന്നെ പോകാൻ പാടില്ല തുടങ്ങിയ ചില നിബന്ധനകളാണ് എന്തായാലും അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അതല്ലാതെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു നിബന്ധനയോ അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ കോടതി വെച്ചിട്ടില്ല. നിലവിൽ ഈ മാസം 25-ാം തീയതിയാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനോടകം തന്നെ സുനിത കെജ്രിവാൾ നേതൃത്വം നൽകുന്ന പ്രചാരണ പരിപാടികൾ ഡൽഹിയുടെ നാനാഭാഗത്തും നടക്കുന്നുണ്ട്. അതിനൊപ്പമായിരിക്കും ഇനി അരവിന്ദ് കെജ്രിവാൾ കൂടി ഇറങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഊർജ്ജത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു. വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിനും ആം ആദ്മി പാർട്ടിക്കും ഡൽഹിയിൽ ഒരു ഊർജ്ജം ലഭിക്കുന്നു. അവരുടെ പ്രചാരണ പരിപാടി വേറെ ഒരു തലത്തിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും ഇനി എന്തായാലും നാളെ മുതൽ ഉണ്ടാവുന്ന പരിപാടികൾ മാറുക എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും ഇവിടെ നിന്നും ഒരു ചെറിയൊരു റോഡ് ഷോ, അത് വീട് വരെ ആയിരിക്കില്ല, മറിച്ച് കാണികളെ ആവേശഭരിതത്തിലാക്കി ഒരു അല്പം ഒരു 1-2 കിലോമീറ്റർ മാത്രം നീളുന്ന ഒരു റോഡ് ഷോ നടത്താൻ വേണ്ടി എന്തായാലും തീരുമാനിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഭഗവന്ത് മാൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അടക്കമുള്ളവർ തിഹാർ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൽഹിയിലെ മന്ത്രിമാരായിട്ടുള്ള അതിഷി, സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട് എല്ലാം തന്നെ. കൈലാഷ് ഗെഹ്ലോട്ട് എന്തായാലും തിഹാർ ജയിലിനകത്തേക്ക് പോയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ഉള്ള 2ാം നമ്പർ ജയിലിനകത്തേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ അടക്കം അദ്ദേഹത്തിന്റെ ചുമതലയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും കൂട്ടിക്കൊണ്ടുവരിക.
പുറത്തു വന്ന് എന്തായാലും ആളുകളോട് സംസാരിക്കും, അല്ലെങ്കിൽ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ള ഒരു വിവരമാണ് എന്തായാലും ഇവിടെ നിന്നും ലഭിക്കുന്നത്. അത് വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ പ്രവർത്തകർ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. നൂറുകണക്കിന് പ്രവർത്തകർ ആം ആദ്മി പാർട്ടിയുടെ കൊടി ഏന്തിക്കൊണ്ട് എന്തായാലും ഈ ഏറ്റവും ആവേശകരമായ അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും. അത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മുതൽ ദൃശ്യമായി തുടങ്ങുകയാണ്. തീർച്ചയായും അർജുൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് നിമിഷവും ഏറ്റവും അടുത്ത നിമിഷം തന്നെ അദ്ദേഹം പ്രചാരണ പരിപാടികളിലേക്ക് സജീവമായി ഇറങ്ങും എന്നുറപ്പാണ്. അത് ഏതൊക്കെ രീതിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ പാർട്ടി. ഇപ്പോൾ ഇന്ത്യ സഖ്യകക്ഷികൾക്കും വലിയ തരത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായതും. അരവിന്ദ് കെജ്രിവാളിന്റെ മോചനവും ജൂൺ 1 വരെയാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.